ഹലോ ഹായ് ഡിയേഴ്സ്. അപ്പോൾ ദുബായി വന്നിട്ട് ഞങ്ങൾ രാത്രിയായപ്പോൾ ഷായിക്കാട് ഷോപ്പ് വരെ പോവാണ് കേട്ടോ. അമ്പുടു എന്താണെന്നറിയില്ലായിരുന്നു, നല്ല മൂഡിലായിരുന്നു, ഭയങ്കരമായിട്ട് ചിരിച്ച് എനിക്ക് വീഡിയോയ്ക്ക് പോസ് ചെയ്തൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിയായപ്പോൾ റൂം പൂട്ടി പുറത്തിറങ്ങി കേട്ടോ. അമ്പുടുവിനെയും കൊണ്ട് തന്നെ പോകുന്നത് കുറച്ച് പാടായിരുന്നു, ആദ്യമായിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് എനിക്ക് ഷായിക്ക വഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ റൂമൊക്കെ പൂട്ടി പുറത്തിറങ്ങി ലിഫ്റ്റിൽ കയറി കേട്ടോ. ലിഫ്റ്റിൽ കയറുന്നത് അമ്പുടുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അവിടുത്തെ ആ മിററിൽ കാഴ്ചകളൊക്കെ കാണുമല്ലോ, അവളെ തന്നെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കരമായ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവളിങ്ങനെ കൈ ചൂണ്ടി സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ ആണെങ്കിൽ അങ്ങനെ നമ്മൾ എത്തേണ്ട ഫ്ലോറെത്തി, ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിട്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഷൈക്ക പറഞ്ഞു തന്നതനുസരിച്ച് ഈ വഴികളിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ഗൈസ്. ഇങ്ങനെ ദുബായ് തെരുവ് വീടുകളിലൂടെ ഞാനും അമ്പുടു കുഞ്ഞും നട്ട പാതിരയ്ക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അമ്പുടുവിനെയും കൊണ്ട് എനിക്ക് തന്നെ പോകാൻ കുറച്ച് പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആണെങ്കിൽ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനും അമ്പുടു കുഞ്ഞും ഇങ്ങനെ റോട്ടിലൂടെ നടന്നു. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ആദ്യമായിട്ട് പോകണതല്ലേ. പണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ഷൈക്കാടെ കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മുടെ വഴി ഇതല്ലായിരുന്നു കേട്ടോ, പുതിയ വഴിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പരിചയമൊന്നുമില്ല, വഴി പറഞ്ഞു തന്ന അനുസരിച്ചല്ലേ പോണേ. പക്ഷേ എന്നാലും ഞാനും അമ്പുടും കൂടി ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് റോട്ടിലൂടെ പാര ഇങ്ങനെ നടന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഷായിക്കാടെ ഷോപ്പ് കാണാനായിട്ട് സാധിക്കും. അതാ കാർ ഷോപ്പിൽ എഴുതിയിട്ടുണ്ട്. ചിലർക്ക് കാണാനായിട്ട് പറ്റും, ചിലർക്ക് കാണാനായിട്ട് പറ്റില്ല കേട്ടോ. എന്നാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സിഗ്നൽ ഉണ്ടായിരുന്നു. ഇവിടുത്തെ സിഗ്നലിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആളുകളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ സിഗ്നൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. എന്താണേലും റോഡ് ക്രോസ് ചെയ്യണമല്ലോ, അതൊരു ടാസ്ക്കാണ്. കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരപ്പാരം ഇങ്ങനെ വണ്ടിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്താണേലും സിഗ്നൽ അനുസരിച്ച് പോകാമെന്ന് വിചാരിച്ച് എങ്ങനെയോ റോഡ് ക്രോസ് ചെയ്ത് ഞാൻ അങ്ങനെ ഷായിക്കാട് കടയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അമ്പുടു കുഞ്ഞ് ഷായിക്കാട് ഷോപ്പിൽ വന്നപ്പോൾ ഭയങ്കര ആകാംക്ഷ, സന്തോഷം, എന്തൊക്കെയോ ഫീലിംഗ് ആയിരുന്നു. വാപ്പീനെ കണ്ടതേ കുഞ്ഞ് ചാടിപ്പോയി. കടയിലിരിക്കണ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് ഷായിക്ക കൊച്ചിനെ കളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമായിരുന്നു, ഷായിക്കാക്ക് ദുബായിൽ എന്താണ് ജോലി, ഷായിക്ക ഷെഫാണോ, സത്യത്തിൽ ഷായിക്കാക്ക് എന്താണ് പണി എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷായിക്ക വർക്ക് ചെയ്യുന്ന ഷോപ്പാണ് കേട്ടോ ഇത്. കാർ ഷോപ്പ്, കാറിൻ്റെ ടൂൾസ് ആൻഡ് ആക്സസറീസ് ഉള്ള ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അതേ ഷൈക്കാടെ ഷോപ്പിലെ പയ്യനാണ്. അപ്പം ഷൈക്കായും ആ പയ്യനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അത് ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് വന്ന് ഇവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. കാരണം രാത്രി പ്രത്യേകിച്ച് അമ്പൂടെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ ഒത്തിരി സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തണുപ്പ് ഭയങ്കരമാണ്, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെയാണ് കേട്ടോ. പെട്ടെന്ന് കുഞ്ഞിന് പനിയൊക്കെ വരുമെന്നൊരു പേടിയുണ്ട്. അപ്പോൾ അമ്പുടുവിന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഷൈക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ നമ്മുടെ രഞ്ജിത്ത് മാമനാണെങ്കിലും അമ്പുടുവിന് ചെറുതായിട്ടൊന്ന് തോണ്ടി കരയിപ്പിക്കാനുള്ള പരിപാടികളാണ് കേട്ടോ. അമ്പുടാണെങ്കിലും അങ്ങനെ കാണാൻ പറ്റില്ല, പേടിച്ചിട്ടാണോ എന്തോ കുഞ്ഞ് കരയണൊക്കെ കേട്ടോ. അവനക്കാണെങ്കിൽ അവളെ കരയിക്കാൻ ഭയങ്കര സന്തോഷമാണെന്ന് തോന്നുന്നു. ആണെങ്കിൽ അവനാണെങ്കിൽ അവളെ കരയിച്ചത് ഷൈക്കാടെ കയ്യിൽ തിരിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അവർ തമ്മിൽ ഇച്ചിരി അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പുട് പെട്ടെന്ന് ചാടിയൊക്കെ പോകും കേട്ടോ. ഇപ്പം നമ്മൾ വലിയ പരിചയമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അമ്പുടും അങ്ങനെ പോകാൻ കൂട്ടാക്കിയൊന്നുമില്ല. പോകുമ്പോറും കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞ് നമ്മുടെ ഷൈക്കാടെ കയ്യിൽ തന്നെയായിരുന്നു കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. ഷൈക്ക ഇങ്ങനെ ഓരോന്നെടുത്ത് കാണിച്ചൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഈ ഷൈക്കായ അവിടെ നിന്ന് ചെറുതായിട്ടൊരു വീഡിയോയൊക്കെ പിടിച്ച് മാസ്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷൈക്കാക്കാണെങ്കിൽ ചെറിയൊരു ജലദോഷത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നതുകൊണ്ട് മാസ്കൊക്കെ വെച്ചാണ് നിന്നത്. നമ്മുടെ കുഞ്ഞിനെ ചാടി പിടിക്കുമല്ലോ. അപ്പോൾ അതേ ഞങ്ങൾ അവിടെ ഇരുന്ന് കുഞ്ഞൊരു വീഡിയോയൊക്കെ പിടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഷൈക്ക വീണ്ടും അമ്പുടുവിനെയൊക്കെ കളിപ്പിക്കുകയാണ് കേട്ടോ. എടുക്കടാന്ന് പറയണല്ല. അവളെന്നെ അറിയൂലല്ലോ ഇപ്പോ. അമ്പുടാണേലും കടയിൽ വന്നപ്പോൾ ഇച്ചിരി നേരം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഷൈക്ക അപ്പോൾ അതേ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്താ കേട്ടോ. വീണ്ടും വന്നിട്ട് അമ്പുടുവിനെ എടുത്തുകൊണ്ട് വന്ന് നോക്കിയപ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഷൈക്കടയിൽ തന്നെ തിരിച്ചു കൊടുത്തു കേട്ടോ. അമ്പുടാണേലും കാർട്ടൂൺ കണ്ടിട്ടുള്ള ഭയങ്കര സന്തോഷത്തിലായിരുന്നു. നമ്മുടെ പൂച്ചക്കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് സന്തോഷിച്ചിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഭയങ്കര സന്തോഷം. അപ്പോൾ അതേ തൊട്ടൊക്കെ നോക്കണ്ടിട്ട് നമ്മുടെ പൂച്ചക്കുട്ടീനെ. അങ്ങനെ അമ്പുടുവിനെ കുറച്ച് നേരം കളിപ്പിച്ചും ചിരിപ്പിച്ചൊക്കെ ഷൈക്ക സന്തോഷിപ്പിച്ചിരുത്തതാണ് കേട്ടോ കാണുന്നത്. അമ്പുടി കരഞ്ഞു കഴിഞ്ഞാൽ അകപ്പാടെ ടെററാവും. എന്താണെങ്കിലും അമ്പുടി പൂച്ച
പൂച്ചേനെ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അമ്പുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് നമ്മുടെ പൂച്ചക്കുട്ടി. അപ്പൊ പൂച്ചക്കുട്ടിയായിട്ട് കുറച്ചു നേരം അമ്പുdu ഷോപ്പിലിരുന്നൊക്കെ കളിച്ചു കേട്ടോ. പേടിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രഞ്ജിത്ത് മാമനുമായിട്ട് നമ്മുടെ അമ്പുdu കുഞ്ഞ് കൂട്ടായിട്ടോ. ആദ്യത്തെ ആ പേടിയും ഭയമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ചെക്കനുമായിട്ട് നമ്മുടെ അമ്പുdu കൂട്ടായി. അപ്പോൾ ആണെങ്കിലും ഇതേ അവിടെ നേരം നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ചായക്കാട് ഷോപ്പിൽ നിന്ന് തിരിച്ച് പോകാൻ കേട്ടോ. ഇനി ഫുഡൊക്കെ അടിച്ച് നമുക്ക് റൂമിലോട്ട് പോകാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.